യെസ്, ലഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ ആക്റ്റീവ് ആണല്ലോ. ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി ഇവിടെ MSMEയുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് റെഡി ആയിട്ടുള്ള കുറേ ലീഡേഴ്സ്, കുറേ അസോസിയേഷൻസ്, അപ്പം അവരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. നമ്മുടെ ബാങ്കറുടെയും NBFCയുടെയും സൈഡിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു ലോൺ അഗ്രിഗേറ്റർ എന്ന രീതിയിൽ, ഒരു ലോൺ അഗ്രിഗേറ്റർ എന്ന രീതിയിൽ നമ്മളിവിടെ ഒരു ഫണ്ടിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ തരാനായിട്ടുള്ള ഒരുപാട് റിസോഴ്സസും സോഴ്സുകളും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഫണ്ടേഴ്സിനെ എല്ലാവരെയും നമ്മളൊരു പാർട്ട്ണറായിട്ട് തന്നെ കാണുകയാണെങ്കിൽ അവർ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ, ഫണ്ടുമായിട്ട് വരുമ്പോൾ അവരെപ്പോഴും കീനായിട്ട് നോക്കുന്നൊരു കാര്യം ഈ ഫണ്ട് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഹൗ എഫിഷ്യൻ്റ്ലി വി ആർ മാനേജിങ് ദീസ് ഫണ്ട്സ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ അപ്ലിക്കേഷൻ ടു അപ്രൂവലിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു 2 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോവാം. ആ 2 പോയിന്റ്, ബാങ്കറാണ് നമ്മുടെ അടുത്ത് ഫണ്ട് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പോകുന്നു, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. ആ ഒരു പോയിന്റ് നമ്മൾ CCC എന്ന് പറയുമ്പോഴത്തേക്കും ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ്, നമ്മളൊരു ബാങ്കർ എടുത്തുന്നോ ഇൻവെസ്റ്റർ എടുത്തോ ഫണ്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഫണ്ട് നമ്മൾ എത്ര എഫിഷ്യൻസിയോടുകൂടി ഉപയോഗപ്പെടുത്തുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്ര ഉണ്ട്, ഇതുണ്ടെങ്കിലല്ലേ ഒരു ഫണ്ട് കിട്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് നമുക്ക് അതിന്റെ 3 കോമ്പോണന്റ്, 3 പാർട്ട്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, നമ്മുടെ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്, നമ്മുടെ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എത്രയാണ്, നമ്മുടെ ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് എത്രയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. നമുക്കിവിടെ അറിയാം, നമ്മൾ ഈ CCC എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഹൗ ലോങ് യുവർ ക്യാഷ് സ്റ്റക്ക് ഇൻ യുവർ ബിസിനസ് ബിഫോർ ഇറ്റ്സ് കം ബാക്ക്. നമ്മുടെ ഓർഗനൈസേഷനിൽ ക്യാഷ് എത്ര ദിവസം സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഫണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഫണ്ട് എടുക്കുമ്പോഴേ എവിടെയെങ്കിലും ഈ ക്യാഷ് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. അപ്പൊ നമുക്ക് CCC ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഡേയ്സ് എത്ര ദിവസമാണ് നമുക്കൊരു ഫണ്ട്, ഒരു ബിസിനസ് സൈക്കിൾ, ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു സെയിൽസ് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്റ്റക്കായി നിൽക്കുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും ഉണ്ടാകണം. യെസ്, നമുക്കിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, ഡെപ്റ്റേഴ്സ് കളക്ഷൻ, ക്രെഡിറ്റ് കളക്ഷൻ പേയ്മെന്റ് പീരീഡ്, ഇത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മുടെ ഓർഗനൈസേഷൻ ക്യാഷ് എന്ത് ചെയ്യുന്നു, കറങ്ങി വരുന്നു. നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ജസ്റ്റ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഒരു 30 ദിവസമാണ് ഇൻവെന്ററി ഹോൾഡ് ചെയ്യപ്പെടുന്നത്. ഒരു 30 ദിവസം നമ്മുടെ സെയിൽ കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കിട്ടാനായിട്ട് ഒരു 30 ദിവസം എടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സപ്ലൈസിന് നമ്മൾ ഫണ്ട് കൊടുക്കാനായിട്ട് ഒരു 30 ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ CCC എത്ര ആയിരിക്കും നോക്കാം. നമ്മൾ ആദ്യത്തെ ഈ 30 + 30 ഇൻവെന്ററി ഹോൾഡ് ചെയ്ത് സ്റ്റോക്ക് നമ്മുടെ സെയിലിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ഓർഗനൈസേഷനിൽ ഹോൾഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ദെൻ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ ഈ 30 30 ദിവസത്തിനുള്ളിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ 60 - 30 ഡേയ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഫണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ദിവസം. 30 ഡേയ്സ്. ഓക്കെ, നമ്മൾ എത്ര കുറഞ്ഞു കൊണ്ടുവരുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ ഫണ്ട് സ്റ്റക്കാകുന്ന ഡേയ്സ് എത്രത്തോളം കുറവാണ്, അത്രത്തോളം തവണ നമുക്ക് ഈ ബാങ്കർ എടുത്തുന്നോ ഇൻവെസ്റ്റർ എടുത്തോ വാങ്ങിക്കുന്ന ഫണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എത്രത്തോളം ഓപ്പറേഷണൽ എഫിഷ്യൻസി നമ്മുടെ സ്ഥാപനത്തിനുണ്ടോ അത്ര തവണ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും. യെസ്, നമ്മളിവിടെ ഒരു മിൽക്ക് റീറ്റെയിലർ, ഞാൻ എൻ്റെ ഒരു കസിൻ കൊച്ചിനിലെ പള്ളൂരത്തെയാണ് അവരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴേ ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾക്ക്, ഏത് പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾക്ക് ഫണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഒക്കെ നടത്തിയപ്പോൾ നമ്മൾ മിൽക്കാണ് കണ്ടത്. ഇവിടെ ആരെങ്കിലും മിൽക്കിന്റെ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മിൽക്കിന്റെ റീറ്റെയിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്?
ബന്ധപ്പെട്ടിട്ട് ആരുമില്ല അല്ലേ? ഫൈൻ. ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഒരു മിൽക്ക് ആണെങ്കിൽ നമുക്ക് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് നമുക്ക് ഒരു ദിവസമൊക്കെ മാക്സിമം ഹോൾഡ് ചെയ്യേണ്ടി വരുള്ളൂ. നമ്മൾ റെഡി ക്യാഷ് തന്നെയാണ്, ക്രെഡിറ്റിലുള്ള പരിപാടിയില്ല, നമ്മൾ പേയ്മെന്റ് അന്ന് തന്നെ കൊടുക്കണം. ഇവിടെ നമ്മുടെ ഈ CCC എന്ന് പറയുന്നത് 1 ആയിരിക്കും. യെസ്, ഒരു ജസ്റ്റ് നമുക്കൊരു വേറൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തത് ടെക്സ്റ്റൈൽ മാനുഫാക്ചറർ ആണ്. അവര് 150 ദിവസം ഇൻവെന്ററി, കാരണം മുംബൈയിൽ നിന്ന് എടുത്തിട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത്. അവിടെ നിന്ന് എഗെയിൻ അത് കാലിക്കറ്റിലേക്ക് എത്തിക്കണം, എന്നിട്ടാണ് സെയിൽ റെഡി ആകുന്നത്. സെയിൽ നടന്നു കഴിഞ്ഞാൽ എഗെയിൻ 120 ദിവസം സെയിൽ നടന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടാനായിട്ട് അവർക്ക് പ്രയാസമുണ്ട്. ഇവരുടെ സപ്ലയേഴ്സിന് 100 ദിവസത്തിന് മേലെ ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. 100 ദിവസം കഴിച്ചില്ലേ പിന്നെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടില്ല. അപ്പം 170 ദിവസമാണ് അവിടുത്തെ CCC ഫണ്ട് സ്റ്റക്കായി കിടക്കുന്ന 170 ദിവസമാണ്. നമ്മൾ ഡീപ്പായിട്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എങ്ങനെ ഇത് കുറക്കാൻ വേണ്ടി പറ്റുമെന്ന് അവർ ആദ്യം ഒരു സ്റ്റക്കാണ്, ഇത് എങ്ങനെ കുറക്കാൻ പറ്റും, ഇത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ്, മാർക്കറ്റിൽ ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവര് ഈ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ അവർക്കത് 90 ദിവസമാക്കിയിട്ട് കുറക്കാൻ വേണ്ടി പറ്റി. ആ സ്റ്റക്ക് എന്നുള്ള 90 ദിവസമായിട്ട് കുറക്കാൻ വേണ്ടി പറ്റി. 90 ദിവസമായിട്ട് കുറക്കാനായിട്ട് അവർ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് തൊട്ട് ദെൻ മാനുഫാക്ചറിംഗിലേക്ക് പോകുന്ന സമയമൊക്കെ ഒരു ചെറിയ ഓപ്പറേഷൻസ് ചേഞ്ചിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അവരൊരു ഡെപ്റ്റേഴ്സ് കളക്ഷൻ്റെ അകത്ത് അവർ ചെയ്തൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരുടെ സെയിൽസിന്റെ ഇൻസെന്റീവ് സെയിൽ കൊടുക്കുമ്പോൾ തന്നെ സെയിൽസ്മാന് കിട്ടുമായിരുന്നു. ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. അവിടെ സെയിം ഇൻസെന്റീവ് തന്നെ, സെയിൽ നടക്കുമ്പോൾ 50%, പേയ്മെന്റ് കളക്ട് ചെയ്യുമ്പോൾ മാത്രം അടുത്ത 50%. അപ്പൊ സെയിൽസ്മാനും കൂടി അക്കൗണ്ടബിൾ ആയി, റെസ്പോൺസിബിൾ ആയി ഈ പേയ്മെന്റ് കിട്ടാനായിട്ട്. അപ്പൊ ഇൻസെന്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് അവർക്ക്, അങ്ങനെ ഒരു കൾച്ചർ ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അവർക്ക് ആ 170 90 ഡേയ്സിലേക്ക് അവർക്കത് മാറ്റാൻ വേണ്ടി പറ്റി. അടുത്ത വർഷത്തെ അവര് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പം അടുത്ത വർഷത്തെ അവരുടെ KRAയിലും KPIയിലും നമ്മൾ ടേൺ ഓവറും ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഇതിലെല്ലാം നമ്മളൊക്കെ കൊണ്ടുവരുമ്പോഴും അവര് നമ്മുടെ CCC കുറക്കാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായ KPIയിലകത്ത് കൊണ്ടുവരികയും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 70 ഡേയ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ് തീരുമാനിക്കുകയാണ്. കാരണം നമ്മൾ ഫണ്ട് എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യണമല്ലോ. അവര് എല്ലാം ഒരു 70 ആക്കിയിട്ട് ഒരു 70 ഡേയ്സിന്റെ മുകളിൽ ക്യാഷ് എവിടെയും സ്റ്റക്കായി നിൽക്കാത്ത രീതിയിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് അത് അടുത്ത വർഷത്തെ ടാർഗറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാണ് കൊണ്ടുവരികയാണ്. ഫൈൻ. യെസ്, ഇവിടെ ഒരു കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റൽ 3 year ബാക്കിലെ സ്റ്റോറിയാണ്. അവിടെ ഒരു പുതിയ CFO വരുന്നതിന് മുമ്പേ അവിടുത്തെ CCC 15 ആയിരുന്നു. സിമ്പിൾ, ക്രെഡിറ്റ് ഒന്നും പോകില്ല. അറിയാമല്ലോ, ഹോസ്പിറ്റലിലെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ മാത്രമാണ് മെഡിസിൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടിട്ട് അവിടുത്തെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. യെസ്, അവരവിടെ ഒരു ഫണ്ടിന് റിക്വയർമെന്റും ഒക്കെ വന്നപ്പോൾ ഒരു പുതിയ CFO ജോയിൻ ചെയ്തപ്പം എങ്ങനെ ഇത് നെഗറ്റീവിലാക്കാം എന്നുള്ള ഒരു തോട്ട് വന്നു. എങ്ങനെ ഇത് നെഗറ്റീവിലാക്കാം? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുറക്കുന്നു അത്ര ബെറ്റർ ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കുന്നുള്ളൂ. പൈസ കിട്ടിയിട്ട് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രം എന്ത്. അപ്പോൾ നെഗറ്റീവ് ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സപ്ലൈസിനും ഒരു ഡിന്നറിനൊക്കെ വിളിച്ചു, ഒരു നല്ല ഡിന്നറൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നമുക്കൊരു ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ തന്നിരിക്കുന്ന 45 ഡേയ്സ് ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ഞങ്ങൾക്ക് ഒരു ഹെൽപ്പും കൂടി പറയണം, ഒരു 15 ദിവസം കൂടി കൂട്ടിയിട്ട് ഒരു 60 ദിവസമാക്കി മാറ്റണം. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷനായി അവര് മനസ്സിലൂടെ അംഗീകരിച്ചു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ -30 അവരുടെ CCC അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ഇവിടെ ആരെങ്കിലും മൈനസില് CCC മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? CCC നമ്മുടെ -30 ആരെങ്കിലും? ഒരു 30 ആൻഡ് ബിലോ? യെസ്, നമുക്ക് നോക്കാം. നമുക്ക് ചിലപ്പം നമ്മളത് കീനായിട്ട് നോക്കി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. യെസ്, നമുക്ക് ഇവിടെ ഒരു പോയിന്റും കൂടി നമുക്കിവിടെ പറയാം. 2 പോയിന്റാണ് പറഞ്ഞത്. കാരണം പൈസയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അത് ബാങ്കറുടെ അടുത്തോ ഇൻവെസ്റ്ററുടെ ആരെടുത്തോ ആണെങ്കിലും ഈ പൈസ എത്ര എഫിഷ്യൻസോടി കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നു, എന്ത് റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുന്നു,
ഈ പൈസക്ക് അവിടെ നമ്മളൊരു കീനായിട്ട് നമ്മളൊന്ന് നോക്കാനുണ്ട്. നമ്മൾ ഈ ക്യാപിറ്റൽ ടേൺ ഓവർ CCC കുറയുന്നതനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ടേൺ ഓവർ നത്തിങ് ബട്ട് നമ്മുടെ ഒരു ക്യാപിറ്റൽ ടേൺ ഓവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര തവണ തിരികെ നമ്മൾ ഉപയോഗിക്കുന്നു, എത്ര തവണ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ ഇൻറ്റു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഇതായിരിക്കും നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേറിട്ടൊരു രീതിയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഫണ്ട് യൂട്ടിലൈസേഷൻ, അപ്പോൾ ബാങ്കറും ഇൻവെസ്റ്ററും ഒരു പ്രൊമോട്ടറും എല്ലാം നമ്മൾ കീനായിട്ട് നോക്കേണ്ടതാണ്. നമ്മൾ എത്ര ഫണ്ട് കൊണ്ട് എന്ത് റിട്ടേൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. ജസ്റ്റ് നമുക്കിത് ഇവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ ഒരു ക്യാപിറ്റൽ ടേൺ ഓവർ ഒരു 12, ഒരു വർഷത്തിൽ 12 തവണ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റലെങ്കിൽ. ആ ബിസിനസിന്റെ 10% ആണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 120%. ഇതേത് സ്ഥാപനമാണ്, അതിന്റെ നമ്പർ തരുമോ? പാർട്ട്ണർ ആകാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. യെസ് നേരെ നമ്മളൊരു മിൽക്ക് റീറ്റെയിലിന്റെ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അയാള് ഇവിടെ നമുക്ക് അയാളുടെ ഈ രീതിയിൽ നമ്മൾ ROE അയാൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ ടേൺ ഓവർ 365 ദിവസം മിൽക്ക് ക്രെഡിറ്റ് ഇല്ല, ഒരു ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ട, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ 0 ആയിരിക്കും, അന്ന് തന്നെ തീർക്കാം. ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം 365 ദിവസം നമ്മുടെ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്കാൻ വേണ്ടി പറ്റും. അവിടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മിൽക്കിൻ്റെത് ഗ്രോസ് പ്രോഫിറ്റ് 4%, നെറ്റ് പ്രോഫിറ്റ് ഒരു 2% ശരിയായിരിക്കുമല്ലോ, അതാണ് ജനറലി പറയണത്. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 730% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും. തിയറി ഓക്കെ ആണല്ലേ? ഓക്കെ, നമ്മളൊരു 1 lakh rupees ജനറേറ്റ് ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അതിന് 7,30,000 രൂപ ആകാനുള്ള സാധ്യതകൾ അവിടെ ഉള്ള വെലോസിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണം. ഫണ്ട് കിട്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ആക്കുന്നതല്ല, നമ്മുടെ എക്കോസിസ്റ്റവും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇതിനു വേണ്ടി റെഡിയാക്കി വെക്കണം. എവിടെന്നെങ്കിലും ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ടിന് നിൽക്കാൻ വേണ്ടി സമ്മതിക്കാൻ പാടില്ല. നേരത്തെ രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനെ ചൂഷണം ചെയ്യണമെന്ന്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്. അതേപോലെ തന്നെ നമുക്ക് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ട് വെറുതെ അക്കൗണ്ടിൽ ഇട്ടിട്ടോ അല്ലെ ഫണ്ട് വന്നിട്ട് ടൂറിന് പോയിട്ട് ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, കുഴപ്പമില്ല. ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ട് അക്കൗണ്ടിൽ നിൽക്കരുത്. അതിനെ കൊണ്ട് നമ്മൾ മാക്സിമം ചൂഷണം ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കണം. നമുക്കപ്പോൾ ഇവിടെ ഞങ്ങളൊരു 1 year ബാക്ക് ഈ ഓർഗനൈസേഷനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കിതല്ലേ പാഷൻ, ഇതല്ലേ ഇഷ്ടമുള്ളതല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. 170 ദിവസത്തിന്റെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ ക്യാപിറ്റൽ ടേൺ ഓവർ 2 ആണ്. 170 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട്, ഒരു ക്യാപിറ്റല് ഒരു വർഷം 2 തവണ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 2 ഇച്ചിരി കൂടുതൽ 2.23 സംതിങ് ഉണ്ടാവും. ഞാൻ റൗണ്ടിന് എടുക്കാൻ വേണ്ടി 2 എടുത്തതാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവരുടെ 8%. ROE 16 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഇൻക്രീസ് ചെയ്ത് ഇത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? യെസ്, അപ്പൊ അവരുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ വലിയ പാടാ, കോമ്പറ്റീഷൻ, അത് ഇത് വലിയ ബഹളം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഓപ്ഷനാണുള്ളത്? ക്യാപിറ്റൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യും. യെസ്, അത് അവർക്ക് സാധ്യമാക്കാൻ വേണ്ടി പറ്റിയായിരുന്നു. അവർ 170 എന്നുള്ളത് 90 അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അവിടെ അപ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ 4ഉം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 8ഉം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 32 അവർക്ക് ജമ്പ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ഈ വർഷത്തെ പുതിയ പ്ലാൻ KRA KPയിലൊക്കെ നമ്മുടെ എങ്ങനെ ക്യാപിറ്റൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ CCC കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ ടേൺ ഓവർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാനുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ട് അവരുടെ ടാർഗറ്റ് 70 എത്തിക്കാനാണ്. 70 എത്തിക്കാണ് ക്യാപിറ്റൽ ടേൺ ഓവർ 5 വരും. ജസ്റ്റ് ഒരു നമ്പർ, ഒരു പ്രാവശ്യം കൂടി ഒരു വർഷം ഈ ക്യാപിറ്റൽ അവർക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 50% കൊണ്ടുവരാനായിട്ട് പറ്റും. യെസ് ടീം, നമുക്കിനി നമ്മൾ റെഡിയായി, സെറ്റായി, നമ്മൾ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. ഇനി നമുക്ക് ഫണ്ടിങ്ങിലേക്ക് വരാം. ഇന്ന് നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലേക്ക് എക്കോസിസ്റ്റം വെച്ചിട്ട് MSMEക്ക് നിങ്ങളുടെ ഗ്രോത്തിനും പ്രോസ്പെരിറ്റിക്കും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയാലും സ്കെയിലപ്പിനും എല്ലാം ആവശ്യമുള്ള ഫണ്ടുകൾ ലഭ്യമാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർ, എസ്പെഷ്യലി ലോൺ അഗ്രിഗേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി ഏതെങ്കിലും ബാങ്ക്സ് ആയാലും NBFC ആയാലും എവിടെ ആയാലും, എങ്ങനെ കൂടുതൽ ഫണ്ട്, ഞങ്ങൾക്ക് ടാർഗറ്റ് എത്ര ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ബാങ്ക് റെഡിയാണ്. ബാങ്കിന്റെ ഭാഗത്ത് ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഇല്ല. ഫണ്ടൊക്കെ എക്സസ് ആണ്, ഇഷ്ടം പോലെ ഉണ്ട്.
പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ MSMEs ബാങ്കും NBFCയുടെയും പോളിസിക്ക് അനുസരിച്ച് ഫിറ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. നമ്മളത് ഫിറ്റ് ആണെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന റേറ്റിന് നമ്മൾ ഫണ്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ, ഈ രണ്ട് കാര്യമുണ്ട് കേട്ടോ, ഇത് രണ്ടും മാച്ച് ആകുകയാണെങ്കിൽ നമുക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്ര ഫണ്ട് എന്ന് പറയുമ്പോൾ നോക്കണം, ഇനി ഇപ്പോൾ ഒരു ബിസിനസിനെ കൊണ്ട് പറ്റാവുന്ന ഫണ്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെ റേഷ്യോസ് ഒക്കെ മീറ്റ് ആവണമല്ലോ. നമ്മൾ പറഞ്ഞത് ഓവർ ഫണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറയും, അനാവശ്യമായിട്ട് ഫണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആവശ്യത്തിന് ഒരു സ്കെയിലപ്പിനോ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനോ വേണ്ടിയുള്ള ഫണ്ടിന് യാതൊരുവിധ പ്രയാസവും ഇല്ല. നമ്മളിപ്പോൾ അത് ജസ്റ്റ് ഒരു സ്കോറിംഗ് മെക്കാനിസത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഞങ്ങളൊരു ചാലഞ്ച്, ഞങ്ങളൊരു 20-25 ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഈ 20-25 ബാങ്കുകളുടെ NBFCകളുടെ പോളിസി ഒരൊറ്റ ഷോട്ടിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ബിഗിനേഴ്സിനെ മൈൻഡിൽ കണ്ടുകൊണ്ട് ഞാനൊരു സ്കോറിംഗ് മെക്കാനിസത്തിനോട് ഈ ചെക്ക് ലിസ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരാൾക്കും അവരുടെ ബിസിനസ്സിന് വേണ്ട ഫണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഐദർ ബാങ്കിൽ പറ്റിയില്ലെങ്കിൽ NBFCയിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആദ്യത്തെ പോയിന്റ് നമുക്ക് ലോൺ റീപേയ്മെന്റ് ഹിസ്റ്ററിയാണ്. നമുക്ക് 10 പോയിന്റില് നമുക്ക് 5 പോയിന്റ് ലഭിക്കുന്നത് ലോൺ റീപേയ്മെന്റ് ഹിസ്റ്ററി എന്നുള്ള, നേരത്തെ കരീംക പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിലിന്റെ കാര്യം. ആ ഒരൊറ്റ പോയിന്റിൽ തന്നെയാണ് നമുക്ക് 5 പോയിന്റ് കിട്ടുന്നത്. ആ പോയിന്റ് നമ്മളെ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മളുടെ 5 പോയിന്റ് നഷ്ടപ്പെടും, 50% നഷ്ടപ്പെടും. ഒരു കാര്യം കൂടി പറയാം, നമ്മളുടെ റിജക്ഷന്റെ ഹിസ്റ്ററി എടുത്ത് ഞങ്ങൾ പഠിച്ചപ്പോൾ, നമ്മളുടെ MSMEയുടെ ലോണുകൾ റിജക്റ്റ് ചെയ്യുന്നതിന്റെ ഹിസ്റ്ററി എടുത്ത് പഠിക്കുമ്പോൾ നമ്മളുടെ 50 മുതൽ 60% റിജക്ഷൻ റീസൺ ഒരൊറ്റ കാര്യത്തിലാണ്. ബാക്കി 40 മുതൽ 50% വരുന്നത് 20-25ഓളം വരുന്ന റീസണിലാണ്. ഈ ഒരൊറ്റ കാര്യം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു കഴിഞ്ഞു. ആ ഒരൊറ്റ കാര്യം ഇതാണ്, നിലവിൽ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി, ഒരു ലോൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീപേയ്മെന്റ് കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നവർക്ക് ഇന്ന് കേരളത്തില്, ഇന്ത്യയില് ഫണ്ട് എടുക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് അവിടെ നമ്മൾ കെയർലെസ് ആയിട്ടുണ്ടെങ്കിൽ, അത് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടില്ലെങ്കിൽ, നമ്മൾ ആ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫണ്ടുകൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ, നമ്മളുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ, ഒരു വിഭാഗം ആൾക്കാരുടെ പുറകെ ബാങ്കുകൾ ക്യൂ നിൽക്കുന്നു ഫണ്ടിന് വേണ്ടിയിട്ട്. വേറൊരു സൈഡിൽ വേറെ കുറെ ആൾക്കാർ ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നു. അവിടെയൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ 50% റീസൺ ഈ ഒരൊറ്റ പോയിന്റിലാണ്. നമ്മളുടെ ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബാങ്കിന്റെ ഫണ്ട് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ബാങ്കിന്റെ ഫണ്ടായാലും കുഴപ്പമില്ല, ഇൻവെസ്റ്റേഴ്സ്, VC, ഏഞ്ചൽസ്, MSME ലിസ്റ്റിംഗ്, മെയിൻ ബോർഡ് ലിസ്റ്റിംഗ്, ഇവിടെ എല്ലാം പോകുമ്പോഴും നമ്മളുടെ കംപ്ലൈൻസ് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഒരാളുടെ കോൺട്രാക്ട് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളൊരു 5-ാം തീയതി നമ്മൾ EMI പേ ചെയ്യുന്ന ഒരു ബാങ്കർ എടുത്തോ അല്ലെങ്കിൽ ഒരു ഫണ്ട് കൊടുക്കുമെന്ന് നമ്മൾ ഒരാളെടുത്ത് പറയുന്നു, ആ 5-ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് എന്തിന് തന്നെ റീസൺ ആണെങ്കിലും അവിടെ ഒരു ഇമോഷൻസും എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ബാങ്കിങ് NBFC എക്കോസിസ്റ്റത്തിൽ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അതോടുകൂടി നമ്മുടെ സ്കോറിംഗ് മെക്കാനിസത്തിൽ എഫക്ട് ചെയ്യും. പക്ഷെ മാക്സിമം ഇത് നമുക്ക് നമ്മുടെ ഒരു പ്രയോറിറ്റി ആക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫണ്ടിങ്ങിന്റെ വിഷയത്തിന്റെ 50% പ്രശ്നം നമുക്ക് അവിടെ മാറ്റി കിട്ടും. നമുക്ക് അടുത്ത ഒരു പോയിന്റ്, നമുക്ക് അതിനൊരു സ്കോറാണ് നമുക്കുള്ളത്. നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ശക്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൻ്റെ അകത്തൊരു മിനിമം ഒരു 25,000 എങ്കിലും ബാലൻസ് എന്ത് ചെയ്യുക, ഒരു മിനിമം ബാലൻസ് പോലെയൊക്കെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരു 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരൊറ്റ കാര്യം മതിയാവും. നമുക്കൊരു നമ്മളൊരു സ്ഥാപനം തുടങ്ങി, ഒരു 2 കറണ്ട് അക്കൗണ്ടും ഉണ്ട്, ഒരു SB അക്കൗണ്ടും ഉണ്ട്. നമ്മൾ ആകെ ഉള്ള പൈസ ഒരു 10,000 രൂപ ഒരു കറണ്ട് അക്കൗണ്ടിൽ, വേറൊരു 10,000 രൂപ ഒരു കറണ്ട് അക്കൗണ്ടിൽ, SB അക്കൗണ്ടിൽ 5 ലക്ഷം വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നമ്മൾക്ക് ഒരു ബാങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴും നമ്മളെ ബാങ്കിങ്ങിന്റെ ബേസിൽ മാത്രം ലോൺ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ ബാലൻസിന്റെ മാത്രം ബേസിൽ നമുക്ക് ലോൺ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മിസ്സാക്കി കളയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ തുടക്കത്തിൽ
തുടക്കത്തിൽ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ കൊണ്ടുവരിക, അതിൻ്റെ അകത്ത് ഒരു നിശ്ചിത ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു ഫണ്ട് കിട്ടാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്കൊരു തുടക്കക്കാർക്ക് അതൊരു വലിയ ഒരു ഉപകാരമായിരിക്കും. ദെൻ 3 years വിൻറ്റേജ്. നമ്മളിപ്പോൾ ഒരു പറഞ്ഞു എന്താണ് ഒരു ബിസിനസ്സിനെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഓണ്ടർപ്രണർ അയാളുടെ സ്കില്ല്, എനർജി ഇതെല്ലാം പറയുമെങ്കിലും നമ്മുടെ പഴയകാല റെക്കോർഡുകൾ പരിശോധിക്കാനായിട്ട് എന്തെങ്കിലും, നമ്മൾ സ്ഥാപനം തുടങ്ങി 3 വർഷമായിട്ട് സ്ഥാപനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് ബാങ്കിന് വേറൊരു കാര്യമുള്ളത്. ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടി കിട്ടും. 3 വർഷം കംപ്ലീറ്റ്. അത് നമ്മളെപ്പോഴും കാണാറുണ്ട്. ചില ഓണ്ടർപ്രണർ സംഭവം തുടങ്ങിയിട്ടുണ്ടാവും, ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും, രജിസ്ട്രേഷൻസ് എടുക്കില്ല. നമുക്ക് എല്ലാ ഡാറ്റാസും പ്രൂഫും ആണ് വേണ്ടത്, ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. അപ്പം ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഏർലി സ്റ്റേജിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച് എല്ലാം റെഡി ആയല്ലോ, അപ്പോൾ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കുക. കോർപ്പറേഷൻ ലൈസൻസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതിൽ എവിടെയാണോ നമ്മുടെ ഓർഗനൈസേഷൻ വരുന്നത് അവിടെ ലൈസൻസും ആദ്യം തന്നെ എടുത്തു വെക്കുക. ഈ GST ഒക്കെ നമുക്ക് ഒരു GST ബോഡിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ആദ്യം തന്നെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, പോവുക. നമ്മളത് ടേൺ ഓവറൊക്കെ വന്നതിന് ശേഷം ഇതിലേക്കൊക്കെ എത്താം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പോട്ടെ, പ്രോട്ടോടൈപ്പിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് എടുക്കാം. നമുക്ക് എത്രയും നേരത്തെ എടുക്കാൻ വേണ്ടി പറ്റുമോ. ഓപ്പറേഷൻസ് ഒരു 3 മാസം കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ലൈസൻസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കൂ. കറണ്ട് അക്കൗണ്ട് ഒക്കെ എടുക്കൂ. ലൈസൻസ് കിട്ടിയാലല്ലേ കറണ്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ബാങ്കുകളെല്ലാം നോക്കുന്നത് എപ്പോൾ ലൈസൻസ് എടുത്തതാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമായിട്ടുണ്ടാവുള്ളൂ. ബാങ്കിന്റെ ഇതിൽ നിങ്ങളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ അത് സെക്യൂർ ചെയ്ത് വെക്കാം. ദെൻ GST, നമ്മുടെ ടേൺ ഓവർ, GST ടേൺ ഓവർ ഒരു 1 crore എത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു പോയിന്റ് ആണ് നമുക്ക് കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള. അപ്പം ചില ബിസിനസ്സുകാരൊക്കെ പറയും നമുക്ക് 1 കോടി എത്തിക്കണ്ട. ഓണ്ടർപ്രണേഴ്സ് തന്നെ ബോട്ടിൽ നെക്കായിട്ട് വരും. 1 കോടി എത്തിയാൽ ഓഡിറ്റിംഗ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, നമ്മുടെ ബിസിനസ് ചെറുതാക്കി നിൽക്കട്ടെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തൊന്നുമില്ല. മാക്സിമം എവിടെയെങ്കിലും നമുക്കൊരു 1 crore എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഫണ്ട് കിട്ടാനുള്ള ഒരു പോയിന്റ് അഡീഷണൽ ആയിട്ട് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഫണ്ട് കിട്ടും. നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഒരു അഡീഷണൽ ഫണ്ട് കിട്ടാനുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ ഫൈനൽ പോയിന്റ്, നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മുടെ GSTയും IT നമ്മൾ ഓഡിറ്റർ റിപ്പോർട്ടിൽ, ബാലൻസ് ഷീറ്റും PNL-ലും ടേൺ ഓവറും, നെറ്റ് പ്രോഫിറ്റ്, ഗ്രോത്ത് പ്രോഫിറ്റ്, FOIR ഇതെല്ലാം എക്സലന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് നമ്മളുടെ 10 പോയിന്റും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെഡി ആയിട്ടുള്ളൂ. ഈ 10 പോയിന്റുള്ള ആരുടെ ഓഫീസിന്റെ ഫ്രണ്ടില് ഒരു 5 ബാങ്ക് എപ്പോഴും എന്തുണ്ടാവും, സാറേ കുറച്ച് ലോൺ തരട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകിലുണ്ടാവും. നമ്മളൊരു മിനിമം 6 പോയിന്റ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് നിന്ന് സെറ്റാണ്. ഈ ചെക്ക് ലിസ്റ്റിൽ 6 പോയിന്റ് കിട്ടുന്നവർക്ക് ലോണിനുള്ള പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 7 ആണെങ്കിൽ പെർസെൻറ്റേജ് കൂടും, 8 ആണെങ്കിൽ എഗെയിൻ കൂടും, 9 ആണെങ്കിൽ പിന്നെയും കൂടും, 10 ആണെങ്കിൽ നമ്മളൊന്നും പറയിടാകണ്ട, നമ്മുടെ പുറകെ ഒരു 5 ബാങ്കർ എന്തുണ്ടാവും, നമ്മുടെ പുറകെ ഉണ്ടാവും, നമ്മുടെ ഓഫീസിലുണ്ടാവും. നമുക്ക് ഒരു ശല്യമായിട്ടൊക്കെ തോന്നും ഈ ബാങ്കർ. എന്നിട്ട് നിങ്ങൾ പറയും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമല്ലേ, നിങ്ങൾ എന്നെ എന്ത് ചെയ്യണ്ട, ഇനി വിളിക്കരുത്, ശല്യം ചെയ്യരുതെന്ന്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് പറ്റും.